നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെപ്പോഴും അച്ഛമ്മയെ ചോദിക്കാറില്ലേ? ഇതാ അവര്. പേടിക്കണ്ട, ഉറങ്ങി. ചങ്കില് തീ കത്തിയമ്മേ. ഇടയ്ക്കൊന്ന് കത്തുന്നത് നല്ലതാ. വെറുതെ അല്ല സത്യ ഓൾഡ് ലേഡി എന്ന് വിളിക്കുന്ന കുശുംബി. ആയിക്കോട്ടെ, എനിക്ക് ഇത്തിരി കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ട്. എന്നാ എന്റെ കുശുംബി പെണ്ണ് ഇത് കണ്ടേ, സത്യാമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോയാ. ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരിയാ സത്യാമ്മ കൊടുത്തിരിക്കുന്ന. ഓ, ഇക്കാര്യം അവർക്കറിയാവോ? ആർക്ക്? നിന്റെ സത്യാമ്മയ്ക്ക്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മോളെ, ജീവിതത്തിൽ എല്ലാവർക്കും മണ്ടത്തരങ്ങൾ പറ്റും. ചിലപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി മണ്ടികളും മണ്ടന്മാരും ആകാറും ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരാൾക്ക് നമുക്ക് സഹായങ്ങൾ ചെയ്യാം, ഉപകാരങ്ങളും പാരിതോഷികങ്ങളും കൊടുക്കാം. അതിനൊന്നും പ്രതിഫലം ആഗ്രഹിക്കണമെന്നോ വാങ്ങിക്കണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും സ്വീകരിക്കുന്ന ഒരാൾക്ക് പകയും വെറുപ്പും മാത്രമാണ് നമ്മളോടെങ്കിലോ? നമ്മളാണ് അവരെ സഹായിച്ചതെന്നോ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ അവർക്കറിയില്ലെങ്കിലോ? കുടത്തിനടിയിൽ വിളക്ക് കത്തിച്ചു വെക്കുന്ന പോലെ അല്ലേ? അമ്മേ, സത്യാമ്മയെന്ന് പറയുന്നത് എനിക്ക് അമ്മയെ പോലെ തന്നെയാ. കൊടുക്കുന്ന സ്നേഹത്തിന് ഉപാധിയും പരിധിയും ഒന്നുമില്ല. തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധവുമില്ല. ഒരു പുഴ വരണ്ട മണ്ണിലൂടെ ഒഴുകി പോകുമ്പോ ഭൂമിക്ക് ദാഹം അടങ്ങും. പക്ഷെ അതിനിടയിൽ പുഴയുടെ ശരീരം പൊള്ളിപ്പിടയുന്നുണ്ടാവും. അതാരും കാണുന്നില്ല. കാണേണ്ട കാര്യമില്ല. എന്തിനാ പുഴ ഒഴുകുന്നതെന്ന് ചോദിച്ചാ അതങ്ങനെ പറ്റൂ. പുഴയ്ക്ക് ഒഴുകാനേ അറിയൂ. നിനക്കങ്ങനെ ഓരോരോ ന്യായങ്ങൾ പറയാം. ഓ, ഉപദേശിക്കാൻ എനിക്ക് വലിയ അവകാശമൊന്നുമില്ല. അകറ്റി നിർത്തിയപ്പോ മാറി തന്നെ നിന്നവളാ ശാരദ. പക്ഷെ ഇവിടെ വിഷ്ണുവിന് നിന്നെ ജീവനല്ലേടി. നേരെ അങ്ങോട്ട് കയറി ചെല്ലാൻ നിന്നോട് പറഞ്ഞതല്ലേ? അപ്പൊ നിനക്ക് പേടി. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള മര്യാദ അവരും കാട്ടുന്നില്ല. ഇതിന് എപ്പോഴാ ഒരു അവസാനം മോളെ? സമയവും സാഹചര്യവും ഒന്നും എനിക്കറിയില്ലമ്മേ. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, സത്യാമ്മ എന്നെ കൂട്ടിക്കൊണ്ടു പോവുക തന്നെ ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.